അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പൊന്നാര മക്കളെ, നമ്മളെ ഫിഖ്ഹിലെ 3-ാം ക്ലാസ്സിലോ ഫിഖ്ഹിലോ 1-ാമത്തെ പാർട്ടിലെ 6-ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്ത് കേട്ടോ. വസിയാബക ഫത്ഹിർ ലെ നസിലു ചേരുംപടി ചേർക്കാനാണ്. മുഗല്ലലായ നജ്സ് ഇതിൽ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരണം, ഇവിടുന്ന് പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരിക അല്ലേ. പന്നി വെറും നജസ്, ഇവിടെ മല ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടിരിക്കുക. മുത്തനജിസ് അതാ നജസായ വസ്തു ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. ഇനി ഉത്തരം പറയണം, കുറേ ഉണ്ട്, അല്ല ശ്രദ്ധിച്ചോ. നുജീബ് ഉത്തരം, നുജീബ് ഉത്തരം എഴുതുക. നജസ് എത്ര ഇനം, ഏതെല്ലാം? 3 വിധം. നായ പന്നി പോലെയുള്ള ഗൗരവമുള്ളത്, മൂത്രം മലം പോലെയുള്ളത്, 2 വയസ്സ് തികയാത്ത പാല് അല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. 2 ശുദ്ധിയാകുന്ന നജസ് ഏതെല്ലാം? നായ പന്നി അല്ലാത്ത ശവത്തിൻ്റെ തോല്, പിന്നെ മദ്യം. ഇവിടെ തോല് ഒരു ഇതുണ്ട് കേട്ടോ, തോല് പിന്നെ മദ്യം. ഇനി 3 നജസല്ലാത്ത ശവങ്ങൾ ഏതെല്ലാം? മത്സ്യം, വെട്ടുകുളി എന്നിവയുടെ ശവവും മനുഷ്യൻ്റെ മയ്യത്തും. മുത്തനജിസായ തുണി ശുദ്ധിയാക്കേണ്ടത് എങ്ങനെ? നജസായ തുണി ശുദ്ധിയാക്കേണ്ടത് എങ്ങനെ? നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ പൂർണ്ണമായും നീങ്ങുന്നത് വരെ തൊഹൂറായ വെള്ളം ഉപയോഗിച്ച് കഴുകണം. നായ പന്നി എന്നിവ കൊണ്ട് നജസായതാണെങ്കിൽ 7 തവണ കഴുകണം. അതിൽ 1 തവണ ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. 2 വയസ്സ് തികയാത്ത പാൽ മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം കൊണ്ടുള്ള നജസായതാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി. ഇനി 5 എന്താ? മുത്തനജിസായതിനെ ശുദ്ധിയാക്കാൻ ഏത് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്? തൊഹൂറായ വെള്ളം. 5 ഇപ്പം ഞാൻ 6 തെറ്റിപ്പോയത് മക്കളെ. വെള്ളം കുളഞ്ഞാൽ ശുദ്ധിയാകുന്ന നജസ് ഏത്? 2 വയസ്സ് തികയാത്തതും മുലപ്പാലല്ലാതെ മറ്റൊന്നും ഭക്ഷിച്ചിട്ടില്ലാത്തതുമായ ആൺകുട്ടിയുടെ മൂത്രം. 7 മുഗല്ലലായ നജസ് എന്നാൽ എന്ത്? നായ പന്നി മുതലായവ. 8 മുഗല്ലലായ നജസ്. അലിഫൂടി മുഗല്ലലായ നജസ് കൊണ്ട് മുത്തനജിസായത് എങ്ങനെ ശുദ്ധിയാക്കാം? 7 തവണ കഴുകണം. അതിൽ 1 തവണ ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ഇനുബയ്യുൻ വ്യക്തമാക്കാം. നജസ് മൂത്രം, മലം, രക്തം, ചലം, ഛർദ്ദിച്ചത്, മദ്യം, ശവം, നായ, പന്നി തുടങ്ങിയവയെല്ലാം ഇസ്ലാം നജസായി ഗണിക്കുന്നത്. ഇവയെല്ലാമാണ് ഇസ്ലാം നജസായി ഗണിക്കുന്നത്. ഇവ ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല. നജസ് പുരണ്ട വസ്ത്രങ്ങളെ കഴുകി വൃത്തിയാക്കണം. 2 മുത്തനജിസ് കൊണ്ട് നജസ് കൊണ്ട് മലിനമായതാണ് മുത്തനജിസ്. നജസിൻ്റെ നിറം, മണം, രുചി ഇവ നീങ്ങുന്നത് വരെ കഴുകണം. തൊഹൂറായ വെള്ളം കൊണ്ടാണ് കഴുകേണ്ടത്. എന്നാൽ 2 വയസ്സ് തികയാത്തതും മുലപ്പാൽ മാത്രം ഭക്ഷിക്കുന്നതുമായ ആൺകുട്ടിയുടെ മൂത്രമായ സ്ഥലത്ത് വെള്ളം കുടഞ്ഞാൽ മതി, കഴുകണമെന്നില്ല. ഇനി ഗണ്ണിക തയ്യാറാക്കാനാണ്. മൂത്രം, മലം, രക്തം, ഛർദ്ദിച്ചത്, മദ്യം, നായ, പന്നി തുടങ്ങിയവയാണ് നജസ്. ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ നജസ് പുരണ്ടാൽ നിസ്കാരം ശരിയാവില്ല. അതുകൊണ്ട് നജസ് പുരണ്ടാൽ തൊഹൂറായ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കണം. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ പൂർണ്ണമായും നീങ്ങുന്നത് വരെ കഴുകണം. നായ, പന്നി എന്നിവ കൊണ്ട് നജസ് ആയതാണെങ്കിൽ 7 തവണ കഴുകണം. അതിൽ 1 തവണ ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. എന്നാൽ 2 വയസ്സ് തികയാത്ത മുലപ്പാൽ മാത്രം ഭക്ഷിക്കുന്ന ആൺകുട്ടിയുടെ
മൂത്രമായ സ്ഥലത്ത് മൂത്രം ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്ത് അവിടെ വെള്ളം കുടഞ്ഞാൽ മതി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങൾ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരണേ അല്ലാഹ്. ഞങ്ങളെ നല്ലവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടോരെ ഖബർ സ്വർഗ്ഗാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.